PMശ്രീയിൽ CPM വമ്പൻ ബഡായി പറഞ്ഞ ശേഷം കേന്ദ്ര സർക്കാരിന്റെ കാലിൽ വീണ് പ്രണമിച്ചത് PK കുഞ്ഞാലിക്കുട്ടി. CPI മറ്റു ഘടകകക്ഷികളും അവസാനം അടിയറവ് പറയുമോ എന്ന് നോക്കാം. CPI നിലപാട് വ്യക്തമാക്കിയ ശേഷം UDFന് കൂടുതൽ കാര്യങ്ങൾ പറയാനുണ്ടെന്നും PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. കേരള ഗവൺമെന്റ് അത് കാണിച്ചില്ല. അവസാനം പോയി ആദ്യം വലിയ ബഡായിയൊക്കെ പറഞ്ഞ്, ബഡായി ചെറുതൊന്നുമല്ല, വമ്പൻ ബഡായികളായിരുന്നു, ഇങ്ങോട്ട് തൊടികൂലെന്നൊക്കെ ആയിരുന്നു. അവസാനം വന്നിട്ട് ഒരൊറ്റ പ്രണാമമാണ്. ഇത് വലിയ ഒരു വല്ലാത്ത വീഴ്ചയായിപ്പോയി. സാഷ്ടാംഗം ഒരൊറ്റ വീഴ്ച. ഇനിയിപ്പോ ബാക്കിയുള്ളവർ ഇപ്പൊ ഐഡിയോളജി പറഞ്ഞ് നിൽക്കുന്നുണ്ട്, CPI നിൽക്കുന്നുണ്ട്, ബാക്കിയുള്ളവർ നിൽക്കുന്നുണ്ടെങ്കിൽ അവര് വീഴോ, സാഷ്ടാംഗം പ്രണാമിക്കോ, അതോ ആശയമൊക്കെ പറഞ്ഞ് നിൽക്കോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. അവരിപ്പോ ഇനി ഇതിനെന്താ ചെയ്യുന്നു എന്നുള്ളത് വളരെ കൗതുകമുള്ള ഒരു കാഴ്ചയാണ്. 27-ാം തീയതി പറഞ്ഞത്, 27-ാം തീയതി വരെ കാത്തിരിക്കാം. എന്നിട്ട് അതിനനുസരിച്ച് കാര്യങ്ങൾ നമുക്ക് വിലയിരുത്താം. യെസ്, അങ്ങനെ PK കുഞ്ഞാലിക്കുട്ടിക്ക് അങ്ങനെ അങ്ങ് പറഞ്ഞ് രക്ഷപ്പെട്ടു പോകാൻ കഴിയില്ല. കാരണം കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലും ഇതിൽ ഒപ്പിട്ടിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട കക്ഷിയായ മുസ്ലിം ലീഗിന്റെ നിലപാട് എന്താണെന്ന് കൂടി പുള്ളി പറഞ്ഞിട്ട്